ഹായ് ഓൾ. ഗുരുവായൂർ അമ്പലനടയിൽ ഡയറക്റ്റഡ് ബൈ വിപിൻ ദാസ്. പുള്ളിയുടെ നാലാമത്തെ ചിത്രമാണിത്. ഇതിന് തൊട്ട് മുൻപ് പുള്ളി ചെയ്ത സിനിമയാണ് ജയ 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 ഹേ. ഈ സിനിമയിൽ വലിയൊരു താരനിര തന്നെ ഉണ്ട്. പൃഥ്വിരാജ്, ബേസിൽ, നിഖില വിമൽ, അനശ്വര രാജൻ, ജഗദീഷ്, ബൈജു, പിന്നെ കാമിയോ റോളിൽ വരുന്ന തമിഴ് ആക്ടർ യോഗി ബാബു, പിന്നെ അജു വർഗീസ്, പിന്നെ നന്ദന എന്ന സിനിമയിൽ കൃഷ്ണനായിട്ട് വരുന്ന അരവിന്ദ്, അങ്ങനെ പോകും. ഇതൊരു നൈസ് മൂവിയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ഒരു കോമഡി മൂഡിലാണ് സിനിമ പോകുന്നത്. ഈ സിനിമയുടെ കഥയിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം സ്പോയിലർ ആകും. ബേസിലിന്റെ സിനിമകളൊക്കെ ഇപ്പോൾ ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള സിനിമകളായി മാറിയിട്ടുണ്ട്. അത് പുള്ളി ഡയറക്റ്റ് ചെയ്താലും ശരി, പുള്ളി അഭിനയിച്ചാലും ശരി. ഈ സിനിമ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ പൃഥ്വിരാജിന്റെ കോമഡി സീൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് എനിക്ക് അതൊന്നും കണക്ട് ആവുന്നില്ല, കാരണം അദ്ദേഹം ചെയ്ത ഒട്ടുമിക്ക കഥാപാത്രങ്ങളും ഒരു സീരിയസ് സ്വഭാവമുള്ളതാണ്. പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ കോമഡി ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷേ സിനിമ മുന്നോട്ട് പോകുമ്പോൾ അത് അറിയുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ബേസിൽ പിന്നെ ആസ് യൂഷ്വൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരും നന്നായിട്ടുണ്ട്. പിന്നെ യോഗി ബാബു ഇതിലൊരു ചെറിയ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട്. സാധാരണ തമിഴ് സിനിമയിൽ നിന്നും ആക്ടേഴ്സിനെ കൊണ്ടുവരുന്നത് നായകന്റെ തല്ല് കിട്ടി ചാവാനോ അല്ലെങ്കിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത റോള് ചെയ്യാനോ ആയിരിക്കാം. പക്ഷേ ഈ സിനിമയിൽ യോഗി ബാബു കലക്കിയിട്ടുണ്ട്. പിന്നെ അജു വർഗീസ് ക്ലൈമാക്സിൽ ഒരു സിംഗർ റോളിൽ വരുന്നുണ്ട്. അതും നൈസായിരുന്നു. പിന്നെ ജോമോൻ ജ്യോതിർ, പുള്ളി ഫാമിലി എന്ന സിനിമയിൽ ചെയ്ത സെയിം ക്യാരക്ടർ തന്നെയാണ് ഈ സിനിമയിലും ചെയ്തത്. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പുള്ളിയുടെ ക്യാരക്ടർ. പിന്നെ ഈ സിനിമയുടെ മ്യൂസിക്കും BGMഉം നല്ല രസമുണ്ടായിരുന്നു. പല സീനുകളിലും ഓൾഡ് ഫിലിമിൽ ഒന്ന് രണ്ട് സോങ്ങുകൾ BGM ആയിട്ട് വരുന്നുണ്ട്. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ദിലീപിന്റെ വെട്ടം എന്ന മൂവിയുടെ ആ ഒരു സെയിം സിറ്റുവേഷൻ പോലെയാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. ഇല്ല വണ്ടിയും വലിയും ടീമൊക്കെ ക്ലൈമാക്സിൽ ഒരു എൻഡ് പോയിന്റിലേക്കാണ് എത്തുന്നത്. പിന്നെ അവിടെ അവർ തമ്മിലുള്ള ഒരു ക്രാഷാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ചില ഭാഗത്ത് നമുക്ക് കുറച്ചൊരു ഓവറായിട്ട് ചിലപ്പോൾ അനുഭവപ്പെടാം. എന്നിരുന്നാലും ഓവറോൾ നോക്കുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഈ സിനിമ കണ്ടവർക്കറിയാം ഇതിന്റെ ക്ലൈമാക്സ് ഗുരുവായൂർ തന്നെ ഷൂട്ട് ചെയ്തതാണോ അതോ സെറ്റ് ഇട്ടതാണോ എന്ന് അറിയില്ല. കാരണം ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് അത്രയ്ക്കും തിരക്കുള്ള ഒരു അമ്പലമാണ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ ഇത്രയേറെ ആർട്ടിസ്റ്റ്, ഈ സെറ്റ്, ഇതെല്ലാം കൂടി എങ്ങനെ ഷൂട്ട് ചെയ്തു എന്ന് മനസ്സിലാവുന്നില്ല. മൊത്തത്തിൽ ഈ ഒരു സിനിമ എന്റർടൈൻമെന്റ് മൂഡാണ്. ഒട്ടും ലാഗിങ് അനുഭവപ്പെടുന്നില്ല. പിന്നെ ഇതിലെ കോമഡി എന്ന് പറയുന്നത് അസാധ്യമായ കോമഡിയാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും നമ്മളെ ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള കോമഡി ഒന്നുമല്ല. ഫാമിലിയൊക്കെ ആയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സിനിമയായിട്ടാണ് എനിക്കിത് പേഴ്സണലി അനുഭവപ്പെട്ടത്. അപ്പോൾ ഓക്കെ, പുതിയൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.